ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്ലിപ്പറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. തിയറി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം ഈ വീഡിയോയ്ക്കില്ല. തിയറി നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഒരു ട്രാൻസ്ഫർ ക്യാരിയോ വേവ് ഫോമോ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ക്ലിപ്പർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ക്ലിപ്പറിന്റെ റെഫറൻസ് വോൾട്ടേജ് ഫൈൻഡ് ചെയ്യാനും ഉള്ള ഒരു മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിനും ലാബ് എക്സാമിനും ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ആദ്യം പോസിറ്റീവ് ക്ലിപ്പർ എന്താണെന്ന് ജസ്റ്റ് നോക്കിക്കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പോസിറ്റീവ് ക്ലിപ്പർ, ഒരു പോസിറ്റീവ് ക്ലിപ്പറിൽ നമ്മൾ ആദ്യം കാണുന്നത് ഒരു അൺബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറാണ്. അൺബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ. This is the input AC signal. Here we have the output DC output signal. ഇതാണ് ഒരു അൺബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറിന്റെ സർക്യൂട്ട് ഡയഗ്രാം. ഓക്കെ, അൺബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറിന്റെ സപ്പോസ് വി ആർ ഗിവിംഗ് ആൻ ഇൻപുട്ട് സൈൻ വേവ്, ഒരു സൈൻ വേവ് കൊടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് പീക്ക് ഔട്ട്പുട്ട് വേവ് ഫോമിൽ പോസിറ്റീവ് പീക്ക് ക്ലിപ്പാകും. ഓക്കെ, നെഗറ്റീവ് പീക്ക് അതേപോലെ തന്നെ ഉണ്ടാകും. അതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന വേവ് ഫോം. ആൻഡ് ദിസ് വിൽ ബി ക്ലിപ്പിംഗ് അറ്റ് 0.7 വോൾട്ട്. 0.7 വോൾട്ടിലാണ്. ദിസ് വിൽ ബി ഈക്വൽ ടു the clipping voltage level is equal to 0.7 volt. Okay, if you plot the transfer characteristics എന്ന് പറയുമ്പോൾ it is a graph basically between the input voltage as the x-axis and output voltage as the y-axis. So നമ്മൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഏത് വോൾട്ടിലാണോ ക്ലിപ്പ് ആവുന്നത് ആ വോൾട്ട് എക്സ് ആക്സിൽ മാർക്ക് ചെയ്യണം ആദ്യം. ഹിയർ 0.7 വോൾട്ട് ആണ്. 0.7 വോൾട്ട് എന്താണെന്ന് നമുക്കറിയാം, ഡയോഡിന്റെ കട്ടിൻ വോൾട്ടേജ് ആണ്. കഴിഞ്ഞ ഡയഗ്രത്തിൽ കണ്ടതുപോലെ 0.7 വോൾട്ട് എന്ന് പറഞ്ഞ ഡയോഡിന്റെ കട്ടിൻ വോൾട്ടേജ് ആണ്. സോ അൺബയാസ്ഡ് ഡയോഡ് ക്ലിപ്പ് ചെയ്യുമ്പോൾ ഇത് ക്ലിപ്പ് ആവുന്നത് 0.7 വോൾട്ടിലായിരിക്കും. സോ 0.7 വോൾട്ട് ഇവിടെ മാർക്ക് ചെയ്യണം. y ആക്സിസിലും 0.7 വോൾട്ട് അതേ മാർക്ക് ചെയ്യുക. കഴിഞ്ഞ ഡയഗ്രത്തിൽ കണ്ടതുപോലെ when the input voltage exceeds 0.7 volt, output voltage will remain constant or fixed at 0.7 volt. Okay, when the input voltage is less than 0.7 volt, output will follow the input in this path. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ക്ലിപ്പറിന്റെ പോസിറ്റീവ് ക്ലിപ്പറിന്റെ ബിഹേവിയർ ഇങ്ങനെയാണ്. സോ 0.7 വോൾട്ടിന് മേളിലുള്ള റീജിയനിൽ ഫ്ലാറ്റ് ആയിട്ട് വരയ്ക്കാം. ഇതാണ് പോസിറ്റീവ് അൺബയാസ്ഡ് ക്ലിപ്പറിന്റെ ഡയഗ്രാം. പോസിറ്റീവ് അൺബയാസ്ഡ് ക്ലിപ്പർ. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ തന്നെ നെഗറ്റീവ് ക്ലിപ്പർ വരയ്ക്കുകയാണെങ്കിൽ Vin സീരീസ് റെസിസ്റ്റൻസ്. നമ്മളിപ്പോൾ വരയ്ക്കുന്നതെല്ലാം പാരലൽ ക്ലിപ്പറാണ്. പാരലൽ ക്ലിപ്പറാന്ന് പറയാൻ കാരണം ദ ഡയോഡ് ഈസ് കെപ്റ്റ് പാരലൽ ടു ദ ഔട്ട്പുട്ട്. നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഇവിടെയാണല്ലോ, ഔട്ട്പുട്ടിനോട് പാരലൽ ആയിട്ടാണ് ഡയോഡ് ഇരിക്കുക. റൈറ്റ്, സോ ദിസ് ക്ലിപ്പർ ഈസ് കോൾഡ് പാരലൽ ക്ലിപ്പർ. പാരലൽ ക്ലിപ്പേഴ്സ് മാത്രമേ ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യുന്നുള്ളൂ. സോ ഇൻ ദ കേസ് ഓഫ് നെഗറ്റീവ് ക്ലിപ്പർ, ലെറ്റ് മീ പ്ലോട്ട് ദ ഇൻപുട്ട് വേവ് ഫോം വിത്ത് എ ഡോട്ട്. ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം എന്ന് വിചാരിക്കാം. ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുമ്പോൾ നെഗറ്റീവ് പീക്കാണ് ക്ലിപ്പായി പോവുക. ഓക്കെ, പോസിറ്റീവ് പീക്ക് നമുക്ക് അതേപോലെ തന്നെ കിട്ടും. നെഗറ്റീവ് പീക്കിൽ when the negative input voltage exceeds -0.7 in the negative direction, -0.7 നേക്കാളും
കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇൻപുട്ട് വന്നു വരുന്ന സമയത്ത് ഔട്ട്പുട്ട് വിൽ റിമെയിൻ കോൺസ്റ്റന്റ് അറ്റ് -0.7. ഓക്കെ, -0.7 വോൾട്ടിൽ അത് ഫിക്സ് ആയി നിൽക്കും. ഇതാണ് നെഗറ്റീവ് ക്ലിപ്പറിൻ്റെ ബിഹേവിയർ. സോ ഞാനിപ്പോൾ ബേസിക്കലി കണ്ടിന്യൂസ് ആയിട്ട് വരച്ചേക്കുന്നത് ഔട്ട്പുട്ടാണ്. ഓക്കെ, ദിസ് ഈസ് ദ വി ഔട്ട്. ദ ഡോട്ടഡ് ലൈൻസ്, ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് വി ഇൻ ആണ് ബേസിക്കലി. Now if you plot the transfer cara of this negative clipper, negative unbiased clipper ആണിത്. Okay, V out, this V in the x axis and V out in the y axis. Okay, I'm sorry. Positive when V in greater than 0, അതേപോലെ തന്നെയാണ് നമ്മൾ ഇതിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 0.7 വോൾട്ടിലാണല്ലോ ക്ലിപ്പ് ആവുന്നത്. ജസ്റ്റ് -0.7 വോൾട്ടിൽ. ഐ എം ജസ്റ്റ് മാർക്കിംഗ് -0.7 വോൾട്ട് ഇൻ ദ എക്സ് ആക്സിസ് ആൻഡ് -0.7 വോൾട്ട് സെയിം തിങ് ഇൻ ദ വൈ ആക്സിസ്. ഓക്കെ, വെൻ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ -0.7 വോൾട്ട് ഔട്ട്പുട്ട് ഫോളോസ് ഇൻപുട്ട്. സോ y = x എന്നുള്ള ലൈനിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ബട്ട് വെൻ ദ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് ലെസ് ദാൻ -0.7 വോൾട്ട് ഓർ മോർ നെഗറ്റീവ് ദാൻ -0.7 വോൾട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഫ്ലാറ്റ് ആൻഡ് കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്ലോട്ട്. പോസിറ്റീവ് ബയാസ്ഡ് ക്ലിപ്പർ, സോറി പോസിറ്റീവ് അൺബയാസ്ഡ്, നെഗറ്റീവ് അൺബയാസ്ഡ് ക്ലിപ്പർ. ഐ എം സോറി, നെഗറ്റീവ് അൺബയാസ്ഡ് ക്ലിപ്പർ. അപ്പോൾ ഇത് ക്ലിപ്പ് ആവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എ ഡയോഡ് ദിസ് ഇസ് ആനോഡ്, ദിസ് ഇസ് എ കാഥോഡ്. വെൻ VA minus VK, voltage at anode minus voltage at cathode, greater than or equal to the cut-in voltage of diode. ഈ കണ്ടീഷനിലാണ് ഏതൊരു ക്ലിപ്പറും ക്ലിപ്പ് ആവുന്നത്. വെൻ VA minus VK greater than or equal to V gamma ആവുന്നു. V gamma is a cut-in voltage of the diode which is equal to 0.7 volt. നമുക്ക് ഈ ഒരു കേസ് ഇങ്ങനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ആനോഡ് ഓഫ് ദിസ് ഡയോഡ്, ഡയോഡിൻ്റെ P സൈഡിനെയാണ് ആനോഡ് എന്ന് വിളിക്കുക. P side of the diode is connected to the ground. So ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VA is equal to 0 volt here. 0 volt ആണ്. 0 minus VK. VK എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിലാണ്, പോസിറ്റീവ് റെഫറൻസ് ഡയറക്ഷനിൽ വരുന്ന വോൾട്ടേജ് ആണ്. സോ VK we can take it as V in. V in greater than or equal to V gamma. Okay, that is minus V in greater than or equal to V gamma യിലാണ് ഇത് ക്ലിപ്പ് ആവുക. Or V in less than or equal to minus V gamma. Okay, ഇതാണ് ക്ലിപ്പ് ആവുന്ന കണ്ടീഷൻ. ഓക്കെ, V in less than or equal to minus V gamma യിലാണ് ക്ലിപ്പ് ആവുക. If V gamma is V gamma is 0.7 for this diode or 0.7 for this diode, so V in, when V in less than or equal to minus 0.7, the voltage will be clipped. Okay, next let us look at a positive biased clipper. പോസിറ്റീവ് ബയസ് ക്ലിപ്പർ രണ്ടെണ്ണം നമ്മൾ കാണും. ഓക്കെ, സോ പോസിറ്റീവ് ബയസ് ക്ലിപ്പർ എന്ന് പറയുമ്പോൾ ബേസിക്കലി സർക്യൂട്ട് ഈസ് വൺ ആൻഡ് ദ സെയിം ആസ് ദ പ്രീവിയസ് വൺ. ആർ diode, then we place a reference voltage VR. We take the output here. Take the output here. Positive biased clipper. അപ്പോൾ നമ്മളിത് എപ്പോഴാണ് ഇത് ക്ലിപ്പ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ദിസ് ഈസ് വോൾട്ടേജ് ഇസ് VA, anode of the diode. Here again the VA is equal to V in. This is VK. Cathode voltage of the diode എന്ന് പറഞ്ഞാൽ VR ആണ്, റെഫറൻസ് വോൾട്ടേജ് ആണ്. Let us take this reference voltage as 2 volt for time being. VR is equal to 2 volt. So the diode gets clipped or diode conducts when circuit gets clipped, or the diode gets conducts when VA minus VK greater than or equal to V gamma. Here at a substitute value VA as V in minus VR. VR ന്റെ സ്ഥാനത്ത് 2 volt എന്ന് കൊടുക്കാം. 2 greater than or equal to V gamma ക്ക് നമുക്ക് 0.7 കൊടുക്കാം.
or V in greater than or equal to 2.7 volt. ഈ -2 അവിടെ പോയി റൈറ്റ് സൈഡിലേക്ക് കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ V in greater than or equal to 2.7 വോൾട്ടിലാണ് ഇത് ക്ലിപ്പ് ആവുക. പോസിറ്റീവ് ബയാസ്ഡ് ക്ലിപ്പർ. ഇപ്പോൾ the ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഈ 2.7 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാം, എക്സ് ആക്സിലും വൈ ആക്സിലും. ഓക്കെ, V in greater than 2.7 വോൾട്ടിലാണ് ക്ലിപ്പ് ആവുക. ഓക്കെ, അതുവരെയുള്ള പോയിന്റിൽ V in will be equal to V gamma. Sorry, V in will be equal to V out. The constant ആയി വരയ്ക്കാം. This will be the transfer characteristics of the diode or the clipper. Next, ഇത് തന്നെ മറ്റൊരു കാര്യം, the same clipper same positive clipper, if you place a reference voltage 2 volt in the opposite direction, opposite direction ആണ് നമ്മൾ place ചെയ്യുന്നത് വിചാരിക്കാം. This is 2 volt, this is A, this is K. So here എത്ര വോൾട്ടിനാണ് ക്ലിപ്പ് ആവുന്നത്? VA minus VK greater than or equal to 0.7 volt എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നു. VA എന്താണ്? VA is coming to the input point, V in എന്ന് കൊടുക്കുന്നു. Minus here the cathode voltage, V in minus cathode voltage is, we must be giving -2 because the voltage polarity is like this. So we must be giving -2. V in minus -2 greater than or equal to 0.7. This come to be V in plus 2 greater than or equal to 0.7, or V in greater than or equal to -2 plus 0.7. V plus 2 right side like പോകുമ്പോൾ, or V in greater than or equal to minus 1.3 volt. ഇതിലാണ് ക്ലിപ്പിംഗ് നടക്കുക. Okay, so if you plot the transfer characteristics here, is V in versus V out. ഈ minus 1.3 volt നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. It's this be minus 1.3, this also be minus 1.3 in both the axis. അപ്പോൾ minus 1.3നേക്കാളും എക്സീഡ് ചെയ്ത് കഴിയുമ്പോൾ, ഇൻപുട്ട് എക്സീഡ് ചെയ്യുക മീൻസ് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എക്സീഡ് ചെയ്യുമ്പോൾ എന്താണ്? ഔട്ട്പുട്ട് വിൽ ബി ഫ്ലാറ്റ്, ലൈക്ക് ദിസ്. ഇതിനേക്കാൾ ലെസ് ദാൻ ആവുമ്പോൾ ഇങ്ങനെ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു ഇൻപുട്ട്. ഓക്കെ, സോ എസെൻഷ്യലി we'll be getting a plot like this, minus 1.3, this is also minus 1.3, this is V in, this is V out. So ഇതും ഒരു പോസിറ്റീവ് ക്ലിപ്പർ ആണ്, because a positive peak has got clipped off. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ആസ് എ വേവ് ഫോം, ഇഫ് യു പ്ലോട്ട് ആസ് എ വേവ് ഫോം, let me plot the input waveform like this. Okay, ഇതിൽ minus 1.3 ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? minus 1.3യേക്കാളും കുറവുള്ള കേസിൽ, when input is less than minus 1.3 ആണ്, when the input is greater than minus 1.3, the output will be clipped off. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് is greater than minus 1.3 ആണ്, അപ്പോൾ അവിടെ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് at minus 1.3 ആണ് കിട്ടുക. ഓക്കെ, ഹിയർ ഓൾസോ ഇവിടെ എന്ന് പറഞ്ഞ ഇൻപുട്ട് ലെസ് than minus 1.3 ആണ്, അപ്പോൾ ഔട്ട്പുട്ട് ഫോളോസ് ദ ഇൻപുട്ട്. Okay, like this. This is the output waveform. This is dotted lines represent the input waveform. Input waveform il minus 1.3 ക്കാളും, if we compare this with the transfer characteristics, input voltage minus 1.3 ക്കാളും കുറവാകുന്ന പോയിന്റിൽ ഔട്ട്പുട്ട് will be equal to input. Okay, ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് ഡോട്ടഡ് ലൈൻസ് ലെസ് ദാൻ minus 1.3 ആവുന്ന പോയിന്റ്, അതായത് ഇവിടെയാണ് minus 1.3 എന്ന് പറഞ്ഞ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ലെവലാണ്. അതിൽ താഴെ പോകുന്ന ഇൻപുട്ടിൽ താഴെ പോകുന്ന സമയത്ത് ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു ഇൻപുട്ട്, സെയിം ഷേപ്പ് ആസ് ഇൻപുട്ട്. ദെൻ ഇതിനെ എക്സീഡ് ചെയ്യുന്ന പോയിന്റിൽ, അതായത് ഇവിടെയൊക്കെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ minus 1.3ക്കാളും കൂടുതലാണ്, പോസിറ്റീവ് ആണ് ഹിയർ. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് 0. ഈ സമയത്തൊക്കെ വിൽ ബി ഫ്ലാറ്റ്. അപ്പോൾ ഇതാണ് പോസിറ്റീവ് ക്ലിപ്പർ, ബട്ട് എ ഡിഫറെൻറ്റ് പോസിറ്റീവ് ക്ലിപ്പർ.